നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് മെയിനായിട്ട് എടുത്തത് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് ആണ്. അതിലെന്തൊക്കെയാണ് എടുത്തത്? ഫസ്റ്റ് എടുത്തത് യൂണിയൻ, പിന്നെ രണ്ടാമത് എന്താണ് ഇന്റർസെക്ഷൻ, മൂന്നാമത് എന്താണ് ഡിഫറൻസ് എ മൈനസ് ബി. ഓക്കെ, യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിന്റെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെന്റും അതേപോലെ ബിയിലുള്ള എല്ലാ എലമെന്റും കൂടി ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എ യൂണിയൻ ബി കിട്ടും. എന്താണ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളതും ബിയിലുള്ളതും കോമൺ ആയിട്ടുള്ള എലമെന്റ് എഴുതി കഴിഞ്ഞാൽ അതെന്താണ്? എ ഇന്റർസെക്ഷൻ ബി ആണ്. അതിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡിസ്ജോയിന്റ് സെറ്റ്. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, ദെൻ എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് സെറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒക്കെ കുറേ പ്രോപ്പർട്ടീസ് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ്? കമ്മ്യൂട്ടേറ്റീവിൽ ഓർമ്മയില്ലേ? എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ, അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഓക്കെ, അതിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഡിഫറൻസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് എ ആണ്, റിസൾട്ട് ബിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇതാണ് എ മൈനസ് ബി. ഓക്കെ അല്ലേ? ഇനി ഞാൻ എടുക്കുന്ന ടോപ്പിക്കാണ്, അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എന്താണ് കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് നമുക്ക് നോക്കാം. യു ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10. ഞാനൊരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. എ ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10. എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 6 7 8 3, സി ഈക്വൽ ടു 2 3, D equal to 1 5 10. ഓക്കെ, അതായത് യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റുകളാണ് ഇവിടെ എഴുതിയത്. ഓക്കെ, അങ്ങനെയാണ് എ കോംപ്ലിമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇത് വായിക്കുക, എ കോംപ്ലിമെന്റ് എന്നാ വായിക്കുക. അതേപോലെ ഇതെന്താണ് വായിക്കുക? എ കോംപ്ലിമെന്റ് എന്നാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എ കോംപ്ലിമെന്റ് ആണ്. അപ്പൊ നിങ്ങൾ എ കോംപ്ലിമെന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്താണ് എ കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റ് എ നിങ്ങൾ കാണുന്നില്ലേ? ഈ എ ഇനി കാണണ്ട. നിങ്ങൾ എയിലുള്ള എല്ലാ എലമെന്റും അങ്ങ് ഒഴിവായി കളയാ. എന്നിട്ട് എവിടെ ഉള്ളത്? യൂണിവേഴ്സൽ സെറ്റില്. ഓക്കെ, 1 2 3 4 ഇതങ്ങ് ഒഴിവായി കഴിഞ്ഞിട്ട് യൂണിവേഴ്സൽ സെറ്റ് ഏതൊക്കെയാണുള്ളത്? 1 2 3 4 കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 5 6 7 8 9 10. ഓക്കെ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ ബി കോംപ്ലിമെന്റ് എന്താണ്? ബി കോംപ്ലിമെന്റ്. ഓക്കെ, ബി കോംപ്ലിമെന്റ് ഇവിടെ എന്താണ്? 6 7 8 3. അങ്ങനെയാണെങ്കിൽ 6 7 8 3 1 2 3 ഇവിടെ ഉണ്ട്. അപ്പൊ 3 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 3 4 5 6 വേണ്ട, 7 വേണ്ട, 8 വേണ്ട, 9. ഓക്കെ, 10. ഇതാണല്ലോ ബി കോംപ്ലിമെന്റ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ സി കോംപ്ലിമെന്റ് എന്താണ്? സി കോംപ്ലിമെന്റ് 2 3 ഒഴികെയുള്ള ബാക്കിയല്ല, യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയല്ല എഴുതുക. അപ്പൊ എന്താണ്? 2 3 ആണെങ്കിൽ 1 2 3 2 3 വേണ്ട, 4 5 6 7 8 9 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി കോംപ്ലിമെന്റ് എന്താണ്? ഡി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 വേണ്ട, 2 3 4 5 6 7 8 9. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്നുള്ള സെറ്റ് വേണ്ട, യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ ആണ്. ഓക്കെ, എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു മൈനസ് എ. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് എ. അതായത് the set which consisting of all elements of U and does not belongs to A. അതാണ് എ കോംപ്ലിമെന്റ്. ഓക്കെ, എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് എ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്കിനി
കോംപ്ലിമെന്റിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഈക്വൽ ടു എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഫൈൻഡ് ദി കോംപ്ലിമെന്റ്സ് ഓഫ് ദി ഫോളോയിങ് സെറ്റ്. എ ഈക്വൽ ടു സെറ്റ് എ കോമ ബി കോമ സി, ബി ഈക്വൽ ടു ഡി കോമ ഇ കോമ എഫ് കോമ ജി, സി ഈക്വൽ ടു എ കോമ സി കോമ ഇ കോമ ജി, ഡി ഈക്വൽ ടു എഫ് കോമ ജി കോമ എച്ച് കോമ എ. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? യു മൈനസ് എ ആണ്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? എ ബി സി ഒഴിവായി കളയുക. ബാക്കി എന്താണുള്ളത്? ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, ക്ലിയർ ആണോ? എ ബി സി ഒഴിവായി കളയുക. ബാക്കി എന്താണുള്ളത്? ഡി ഇ എഫ് ജി എച്ച്. ഇനി ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് ബി ആണ്. ഡി ഇ എഫ് ജി ഒഴിവാക്കിയാൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, എ ബി സി എച്ച്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ഈക്വൽ ടു എ സി ഇ ജി. അങ്ങനെയാണെങ്കിൽ സി കോംപ്ലിമെന്റ് എന്താണ്? എ കഴിഞ്ഞ് ഒഴിവാക്കി, ബി സി ഒഴിവാക്കി, ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബി ഡി എഫ് എച്ച്. ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ്? എഫ് ജി എച്ച് എ. എഫ് ജി എച്ച് എ ആണെങ്കിൽ ഡി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് ഡി ആണ്. എ വേണ്ട, എ ഇവിടെ ഉണ്ട്. ബി സി ഡി ഇ എഫ് ജി എച്ച്. ഓക്കെ, ഇതാണല്ലോ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കോംപ്ലിമെന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇവിടെ ഒരു തിയറി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് തിയറിയാണ്. അതിൻ്റെ പ്രോബ്ലംസ് പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇനി വരാൻ പോവുകയാണ്. എല്ലാവരും ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആ തിയറം എന്താണെന്ന് ഞാനിവിടെ എഴുതി തരാം, എന്നിട്ട് അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. ഓക്കെ, തിയറം പറയുന്നത് ഡി മോർഗൻസ് ലോ. ഓക്കെ, ഡി മോർഗൻസ് ലോ. ഞാൻ ഇവിടെ തിയറം എഴുതുന്നുണ്ട്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എന്താണ്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ. ഞാനിവിടെ എഴുതിയ കാര്യം ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ശരിയായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് യു ഈക്വൽ ടു 1 2 3 4 5 6 7 8, a equal to 2 4 6 8 and b equal to 2 4 8. Okay, question number 1, find a complement and b complement. Question number 2, verify a union b all complement equal to a complement intersection b complement. Okay, അതേപോലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, verify a intersection b all complement equal to a complement union b complement. Okay, നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയുന്നു, പബ്ലിക് എക്സാമിന് അല്ലെങ്കിൽ +1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡി മോർഗൻസ് ലോ വെച്ചിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, നമുക്കിനി ചെയ്ത് നോക്കാലോ. അതായത് നോക്കാം, u equal to 1 2 3 4 5 6 7 8, a equal to 2 4 6 8, b equal to 2 4 8. അങ്ങനെയാണെങ്കിൽ a കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ u മൈനസ് a ആണ്. അപ്പൊ u മൈനസ് a, അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 2 3 4 5 6 7 8 മൈനസ് 2 4 6 8. അതായത് 2 4 6 8 അങ്ങ് ഒഴിവാക്കില്ല. ബാക്കി എന്താണുള്ളത്? 1 2 3 4 5 6 1 3 5 7 അല്ലേ?
1357. ഇനി ബി കോംപ്ലിമെന്റ് നോക്കാം. നമുക്ക് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി ആണ്. ഓക്കെ, 248 ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? 1 2 3 4 5 6 7. ഓക്കെ, 1 3 5 6 7 ഇതാണ് ബി കോംപ്ലിമെന്റ്. ഓക്കെ, റെഡി ആണല്ലോ. ഇനി അടുത്തത് ഒന്നാമത്തെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതാണ് നമ്മളോട് ഒന്നാമത്തെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ആദ്യം ഇതാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ എ യൂണിയൻ ബി എന്താണെന്ന് നമുക്ക് നോക്കാം. എ യൂണിയൻ ബി, എ എന്താണ്? 2 4 6 8. യൂണിയൻ ബി എന്താണ്? 2 4 8. ഇത് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? ഇത് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 4 6 8 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 2 4 6 8. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന്റെ കോംപ്ലിമെന്റ്, ഈ സെറ്റ് അതായത് യു മൈനസ് ഈ സെറ്റ് 2 4 6 8 ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഉണ്ടാവുക? 1 3 5 7. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് ഇതിന്റെ റൈറ്റ് സൈഡ് എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്താണ്? എ കോംപ്ലിമെന്റ് 1 3 5 7. ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താണ്? 1 3 5 6 7. ഈ രണ്ട് സെറ്റും ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 1 3 5 7 അല്ലേ? ഇക്വേഷൻ നമ്പറും ഇക്വേഷൻ 2 നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പറും സെയിം ആണ്. RHS സെയിം ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? LHS സെയിം ആയിരിക്കും. അതായത് therefore A യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ നിങ്ങൾ ആൻസർ എഴുതിയെടുക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത ഇത് വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അടുത്തത്? ഇതൊന്ന് ഞാൻ മയക്കുന്നുണ്ട്. അടുത്തത് എന്താണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്? അടുത്തത് നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. രണ്ടാമത്തെ ഇതാണ് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. നമുക്ക് നോക്കാം ഇതെങ്ങനെ കിട്ടുന്നത് നോക്കാം. ഇനി എ ഇന്റർസെക്ഷൻ ബി നമുക്ക് ആദ്യം എഴുതാം. എ ഇന്റർസെക്ഷൻ ബി എന്നാണ് എ 2 4 6 8. ഇന്റർസെക്ഷൻ ബി എന്താണ്? 2 4 8. ഇതിനെ രണ്ടിനെയും ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 2 4 8 അല്ലേ? ഓക്കെ, ഇനി എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒഴിവാക്കുക, ബാക്കി യൂണിവേഴ്സൽ യു മൈനസ് ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1 3 5 6 7. ഓക്കെ, 1 3 5 6 7. ഇനി നമുക്ക് നോക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിന്റെ റൈറ്റ് സൈഡ് എന്താണ്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എന്താണ് എ കോംപ്ലിമെന്റ്? എന്താണ് എ കോംപ്ലിമെന്റ്? ഇവിടെ നോക്കൂ. എ കോംപ്ലിമെന്റ് 1 3 5 7 മൈനസ് യൂണിയൻ 1 3 5 6 7. ഇത് രണ്ടും യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടും? ഇത് രണ്ടും യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 3 5 6 7 അല്ലേ കിട്ടുന്നത്? 1 3 5 6 7 ആണ് കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2ഉം 1ഉം സെയിം ആണോ? ഇത് രണ്ടും ആൻസർ കിട്ടിയത് സെയിം ആണോ? സെയിം അല്ലേ? ഇവിടെ നോക്കൂ, സെയിം അല്ലേ? ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 1ഉം സെയിം ആണ്. അതായത് എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതായത് ഈ തിയറവും നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നിങ്ങളോട് ലാസ്റ്റ് ആയിട്ട് ചോദിക്കുന്നു എന്താണ് ഡി മോർഗൻസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് പറയേണ്ടത്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ്
ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Let A equal to x such that x belongs to W, x less than 5. B equal to x such that x is a prime number less than 5. U equal to x such that x is an integer, 0 less than or equal to x less than or equal to 6. Write A and B in roster form. Find A minus B union B minus A. Verify A union B all complement equal to A complement intersection B complement. ഇത് ഡി മോർഗൻസ് ലോ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ ബിൽഡർ ഫോമാണ് തന്നത്, അതിനെ റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ മൈനസ് ബി കണ്ടുപിടിക്കുക, ബി മൈനസ് എ കണ്ടുപിടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, യൂണിയൻ ചെയ്യുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നമുക്ക് നോക്കാം. ഓക്കെ, എ എന്ന് പറയുന്ന സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ അല്ലേ? ഹോൾ നമ്പർ എന്നാ 0 1 2 3 4 5 6 7 8 9 10 ഇതൊക്കെ ഹോൾ നമ്പർ ആണ്. അപ്പോൾ 5നേക്കാൾ ചെറിയ ഹോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 0 1 2 3 4. ഓക്കെ, എ എന്നുള്ള റോസ്റ്റർ. ഇനി ബി എന്താണ്? ബി എന്താണ്? ബി എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5 ലെസ് ദാൻ 5. അപ്പോൾ 5നേക്കാൾ ചെറിയ ലെസ് എന്താണ്? 2 3 ആണ്. 2 3 5 ഇല്ല, 5നേക്കാൾ ചെറുതല്ല. ഓക്കെ, ഇനി അടുത്തത് യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് എഴുതാം. എക്സ് ഈസ് എൻ ഇൻഡിജർ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ്, അതേപോലെ 6 ഇൻക്ലൂഡഡ് ആണ്. ബാക്കിയുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ് ഏതൊക്കെയാണ്? ബാക്കിയുള്ള അതിൻ്റെ ഇടയ്ക്കുള്ളത് 0 1 2 3 4 5 6. ഓക്കെ, ഇതിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ആണ്. എ മൈനസ് ബി നമുക്ക് നോക്കാം. എ മൈനസ് ബി 0 1 2 3 4. എ മൈനസ് ബി എന്താണ്? 2 3. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 0 1 2 3 ക്യാൻസലായി, ബാക്കി എന്താണുള്ളത്? 4. 0 1 4 ആണ് കിട്ടിയത്. ഇനി ബി മൈനസ് എ എന്താണ്? ബി മൈനസ് എ 2 3 മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 1 2 3 4. ഓക്കെ, ഇത് 5 അല്ലേ? 2 3 ഇവിടെ 2 3 ഒഴിവാക്കി. അപ്പോൾ ബാക്കി ബി മൈനസ് എയിൽ എന്തെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ 5 ആണ്. ഇനി എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി എന്താണ്? എ മൈനസ് ബി നമുക്ക് കിട്ടിയത് 0 1 4 യൂണിയൻ ബി മൈനസ് എ 5 ഈക്വൽ ടു എന്താണ്? 0 1 4. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഇതിൽ തന്നെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വെരിഫൈ ദാറ്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഞാൻ ഇതൊന്ന് അയക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് എ കോംപ്ലിമെന്റ് എന്താണ്? എ 0 1 2 3 4 ആണ്. അങ്ങനെയാണ് എ കോംപ്ലിമെന്റ് എന്താണ്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 0 1 2 3 4 കഴിഞ്ഞാൽ 5 6. ഓക്കെ, യു മൈനസ് എ ആണ്. അതേപോലെ ബി കോംപ്ലിമെന്റ് എന്താണ്? ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 ഒഴിവാക്കി കഴിഞ്ഞാൽ 0 1 4 5 6. ഓക്കെ, ഇതാണ് എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അങ്ങനെയാണ് എ യൂണിയൻ ബി എന്താണ്? എ യൂണിയൻ ബി. എ എടുത്ത് എഴുതുക. എ എന്താണ്? 0 1 2 3 4 യൂണിയൻ ബി എന്താണ്? എ യൂണിയൻ ബി. ബി എന്ന് പറഞ്ഞാൽ 2 3. അപ്പം നമുക്ക് ഇത് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് കിട്ടുന്നത്? 0 1 2 3 4 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 1 2 3 4 ഇതൊഴിച്ച് ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലുള്ളത് 0 1 2 3 4 ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി 5 6 ആണ്. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്താണ്? എ
A complement 5 6. Intersection B complement 0 1 4 5 6. ഇത് രണ്ടും കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 5 6 അല്ലേ? ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1ഉം 2 സെയിം ആണോ? ഇക്വേഷൻ നമ്പർ 1ഉം 2 സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി? A യൂണിയൻ B ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let U equal to 1 2 3 4 5 6 7 8. A equal to 2 4 6 8. B equal to 2 4 8. Show that A complement all complement equal to A. രണ്ടാമത്തത് A union A complement equal to U. മൂന്നാമത്തത് A minus B not equal to B minus A. ഓക്കെ ആണല്ലോ? ഒന്നാമത്തത് A complement all complement equal to A. രണ്ടാമത്തത് A union A complement equal to U. മൂന്നാമത്തത് A minus B not equal to B minus A. നമുക്ക് നോക്കാം. A equal to 2 4 6 8 ആണെങ്കിൽ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ U minus A ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1 2 വേണ്ട, 3 4 വേണ്ട, 5 6 വേണ്ട, 7 1 3 5 7. A കോംപ്ലിമെന്റ്. ഇനി A കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ U മൈനസ് A കോംപ്ലിമെന്റ് ആണ്. അപ്പൊ ഇതങ്ങ് ഒഴിവായി കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? 2 4 6 8. അതായത് നമുക്ക് എന്ത് തന്നെ കിട്ടി? A തന്നെ കിട്ടി. അതായത് A കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A ആണ്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. A കോംപ്ലിമെന്റ് എടുത്ത് അതിനെ വീണ്ടും കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് നമുക്ക് കിട്ടുക? A തന്നെയാണ് കിട്ടുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത് A യൂണിയൻ A കോംപ്ലിമെന്റ് ഈക്വൽ ടു U ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A യൂണിയൻ A കോംപ്ലിമെന്റ് ഈക്വൽ ടു A എന്താണ്? A 2 4 6 8 യൂണിയൻ A കോംപ്ലിമെന്റ് എന്താണ്? 1 3 5 7. ഇത് രണ്ടും യൂണിയൻ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഇത് രണ്ട് യൂണിയൻ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 2 3 4 5 6 7 8. ഓക്കെ, ഇതെന്ത് തന്നെയാണ്? യൂണിവേഴ്സൽ സെറ്റ് തന്നെയല്ലേ? 1 2 3 4 5 6 7 8. ഇത് ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? A മൈനസ് ബിയും B മൈനസ് എയും നോക്കാം. A മൈനസ് ബി നോക്കാം. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 6 8 മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 4 8. ഓക്കെ, എന്താണ് ഇതിൻ്റെ ആൻസർ? A മൈനസ് ബി 2 4 6 8. ഇത് 6 അല്ലേ? ഓക്കെ, ഇനി B മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? B മൈനസ് B എന്ന് പറഞ്ഞാൽ എന്താ? B എന്ന് പറഞ്ഞാൽ 2 4 8 മൈനസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 4 6 8. അപ്പോൾ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 2 4 8 ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താണുള്ളത്? 5. ഓക്കെ, A മൈനസ് ബിയും B മൈനസ് എയും ഇവിടെ നോക്കൂ. A മൈനസ് ബിയും B മൈനസ് എയും ഈക്വൽ ആണോ? ഈക്വൽ അല്ലല്ലോ. അതുകൊണ്ട് A മൈനസ് ബി നോട്ട് ഈക്വൽ ടു B മൈനസ് എ. ഇതിൻ്റെ 3 പ്രോബ്ലംസും 3 പാർട്ടായിട്ടുണ്ട്. ആ 3 നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, let U equal to 1 2 3 4 5 6 7. A equal to 1 2 3 4. B equal to 2 4 6 and C equal to 3 4 5 6. Find A complement, B complement, A union C all complement, B minus C all complement. Okay, നമുക്ക് നോക്കാം. A 1 2 3 4 ആണെങ്കിൽ A കോംപ്ലിമെന്റ് എന്താണ്? U മൈനസ് എ. അപ്പോൾ 1 2 3 4 കഴിഞ്ഞാൽ 5 6 7. ഓക്കെ, അങ്ങനെയാണ് B കോംപ്ലിമെന്റ് എന്താണ്? B കോംപ്ലിമെന്റ് 2 4 6 ആണെങ്കിൽ 1 3 5 7. ഓക്കെ, 1 3 5 7. 2 4 6 കഴിഞ്ഞാൽ 1 2 3 4 5 7. ഓക്കെ, റെഡി ആണല്ലോ? 1 3 5 7. ഓക്കെ, ഇനി A യൂണിയൻ C ഓൾ അങ്ങനെയാണ്. അതിന്റെ മുന്നേ നമുക്ക് A യൂണിയൻ C വേണം. A എന്താണ്? 1 2 3 4 യൂണിയൻ C എന്താണ്? 3 4 5 6. ഇത് യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1 2 3 4 യൂണിയൻ 3 4 5 6 എന്താണ് കിട്ടുക? 1 2 3 4 5 6. അങ്ങനെയാണെങ്കിൽ
എ യൂണിയൻ സി ഓൾ കോംപ്ലിമെന്റ്. അതായത് ഇതിന്റെ കോംപ്ലിമെന്റ് ഇത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിൽ ഏതൊക്കെയാണല്ലോ 1 2 3 4 5 6 കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ 7. ഇതാണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി അടുത്ത ബി മൈനസ് സി ഓൾ കോംപ്ലിമെന്റ്. അങ്ങനെയാണ് ബി മൈനസ് സി കണ്ടുപിടിക്കുന്നത്. ബി എന്താണ്? ബി 2 4 6 മൈനസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 4 5 6. ഇതിൽ 2 ഇവിടെ ഇല്ല, 4 ഇവിടെ ഉണ്ട്, 6 ഇവിടെ ഉണ്ട്, അപ്പൊ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് സി ഓൾ കോംപ്ലിമെന്റ് എന്താണ്? ബി മൈനസ് സി ഓൾ കോംപ്ലിമെന്റ്. ഇത് 2 ഒഴികെ ബാക്കിയൊക്കെ എഴുതുക. 1 2 ഇല്ല, 3 4 5 6 7. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ സെറ്റില് ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് കോംപ്ലിമെന്റ് നമ്മൾ പഠിച്ചല്ലോ. ഇപ്പൊ കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്താണ്? ഡിമോർഗൻസ് ലോ പഠിച്ചല്ലോ. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെറ്റിലെ മെയിൻ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? യൂണിയൻ, പിന്നെ ഇന്റർസെക്ഷൻ, പിന്നെ ഡിഫറൻസ്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് പഠിച്ചത്? എ കോംപ്ലിമെന്റ് പഠിച്ചത്. ഇപ്പം നിങ്ങൾ ഈ സെറ്റിന്റെ ലാസ്റ്റ് പാർട്ടിലാണ് നമ്മളുള്ളത്. സെറ്റിന്റെ ലാസ്റ്റിലേക്ക് എത്തുന്തോറും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. നല്ല രസമാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ, നല്ല രസമാണ്. ഈ ക്വസ്റ്റ്യനിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് നമ്മളോട് ചോദിക്കുന്നത്, ആദ്യം നമുക്ക് സെറ്റ് ബിൽഡർ ഫോമാണ് തരുന്നത്, അത് റോസ്റ്റർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കറക്റ്റായിട്ട് നമ്മൾ റോസ്റ്റർ ഫോം എന്താണ്, ബിൽഡർ ഫോം എന്താണെന്ന് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി പിന്നെ യൂണിയൻ ഇന്റർസെക്ഷൻ, പിന്നെ ഡിഫറൻസ്, പിന്നെ കോംപ്ലിമെന്റ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡിമോർഗൻസ് ലോ. ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആൻസർ പറ. എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. ഓക്കെ, റെഡി ആണല്ലോ? ഇനി നിങ്ങളോട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ചെയ്യണം. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ്, അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോ ഫോർ ഇന്റർസെക്ഷൻ എന്താണ്? അപ്പം നിങ്ങളെ ആൻസർ എന്താണ് വരേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. എന്താണ് ഐഡംപൊട്ടന്റ് ലോ ഫോർ യൂണിയൻ? എന്താണ്? എ യൂണിയൻ എ ഈക്വൽ ടു എ തന്നെ. ക്ലിയർ ആണോ? ഇനി നിങ്ങളോട് ചോദിക്കുന്നു എന്താണ് അസോസിയേറ്റീവ് ലോ ഫോർ യൂണിയൻ? അപ്പോൾ എന്താണ്? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഓക്കെ, ക്ലിയർ ആണോ? ഡിമോർഗൻസ് ലോ നിങ്ങളോട് ഒരുപാട് പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, ഡിമോർഗൻസ് ലോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റിലെ മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.